ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് കാണാനുള്ള ചോദ്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചില സന്ദർഭങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് തന്നിരിക്കുന്ന സമയം പൂർണ്ണ മണിക്കൂറുകളാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എളുപ്പത്തിൽ കോണളവ് കണ്ടുപിടിക്കാം. ഓർക്കുക, തന്നിരിക്കുന്ന സമയം പൂർണ്ണ മണിക്കൂറുകളാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഉദാഹരണം നോക്കുക, 5 മണി. അപ്പോൾ ക്ലോക്കിലെ സമയം 5 മണിയാകുമ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് കാണണം. ഇങ്ങനെ പൂർണ്ണ മണിക്കൂറുകൾ തന്നിരിക്കുമ്പോൾ ആ തന്നിരിക്കുന്ന സമയം 6 മണിയോ അതിൽ താഴെയോ ആണെങ്കിൽ തന്നിരിക്കുന്ന സമയത്തിന് തന്നിരിക്കുന്ന മണിക്കൂറുകളെ 30 ഡിഗ്രി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോണളവ് കിട്ടും. ഇവിടെ 5 മണിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 ഗുണം 30 ഡിഗ്രി, 5 3 15, അപ്പോൾ 150 ഡിഗ്രി ആയിരിക്കും സൂചികൾക്കിടയിലെ കോണളവ്. അടുത്തത് 6 മണി. 6 മണിയാണെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന മണിക്കൂറുകളെ 30 ഡിഗ്രി കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 6 ഗുണം 30 ഡിഗ്രി 180 ഡിഗ്രിയാണ് കോണളവ്. ഇനി അടുത്തത് നോക്കുക, 7 മണി. തന്നിരിക്കുന്ന സമയം 6 മണിക്ക് ശേഷമുള്ളൊരു സമയമാണെങ്കിൽ ഇനി 12 മണി ആകാനായിട്ട് എത്ര മണിക്കൂറുകൾ വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന സമയം 7 മണി ആയതുകൊണ്ട് ഇനി 12 മണിയാകാൻ എത്ര മണിക്കൂറുകൾ വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിനായിട്ട് 12ൽ നിന്ന് 7 കുറയ്ക്കുക, 12ൽ നിന്ന് 7 കുറച്ച് 5 കിട്ടും. നമ്മൾ ഈ കുറച്ച് കിട്ടുന്ന സംഖ്യയെ വേണം 30 ഡിഗ്രി കൊണ്ട് ഗുണിച്ച് കോണളവ് കാണാൻ. അപ്പോൾ 5 ഗുണം 30 ഡിഗ്രി സമം 150 ഡിഗ്രി. അപ്പോൾ 7 മണിയാകുമ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് 150 ഡിഗ്രിയാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം, 9 മണി. അപ്പോൾ 6 മണിക്ക് ശേഷമുള്ള ഒരു സമയമായതുകൊണ്ട് ഇവിടെയും ഇനി 12 മണിയാകാൻ എത്ര മണിക്കൂറുകൾ വേണമെന്ന് കണ്ടുപിടിക്കുക. അതിനായിട്ട് 12ൽ നിന്നും 9 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ ഇനി 3 മണിക്കൂറുകൾ കൂടിയുണ്ട് 12 മണിയാകാൻ. ഈ കുറച്ച് കിട്ടിയ സംഖ്യയായ 3നെ വേണം നമ്മൾ 30 ഡിഗ്രി കൊണ്ട് ഗുണിച്ച് കോണളവ് കാണാൻ. 3 ഗുണം 30 ഡിഗ്രി 90 ഡിഗ്രി. അപ്പോൾ 9 മണിയാകുമ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് 90 ഡിഗ്രി. ഓർക്കുക, തന്നിരിക്കുന്ന സമയം പൂർണ്ണ മണിക്കൂറുകൾ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ രീതി ഉപയോഗിക്കാൻ പറ്റുള്ളൂ.